ധനുഷ്കോടി. രാമേശ്വരത്ത് നിന്ന് 22 കിലോമീറ്റർ ദൂരമുണ്ട് ധനുഷ്കോടിയിലേക്ക്. കുറച്ചു ദൂരം താണ്ടിയാൽ ഇരുവശവും സമുദ്രതീരമുള്ള റോഡ്. തെക്കു കിഴക്കേ വശത്ത് ശാന്തമായ ബംഗാൾ ഉൾക്കടലും തെക്കു പടിഞ്ഞാറേ വശത്ത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രവും. 1914-ലും 1964-ലുമായി കുതിച്ചെത്തിയ രണ്ട് തീവണ്ടികൾക്കിടയിൽ 50 വർഷങ്ങളുടെ ആയുസ് മാത്രമേ ധനുഷ്കോടി എന്ന നഗരത്തിന്. 1964 ഡിസംബർ 22 അർദ്ധരാത്രിയിൽ ആഞ്ഞടിച്ച ആ ചുഴലിക്കാറ്റ് തുറമുഖ പട്ടണത്തെ തുടച്ചു മാറ്റിക്കൊണ്ടായിരുന്നു കടന്നുപോയത്. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗതയിലായിരുന്നു കാറ്റ് വീശിയത്. 7 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ പലരെയും ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ധനുഷ്കോടിയിൽ കടൽ സംഹാരതാണ്ഡമാടുന്നത് അറിയാതെ പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ അതിനോടകം പാമ്പനിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. കൂറ്റൻ തിരമാലകൾക്കിടയിലേക്ക് കുതിച്ചെത്തിയ ട്രെയിൻ അതിലെ 115 യാത്രക്കാരെ കടൽ കൊണ്ടുപോയി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1800 പേരുടെ മരണത്തിലും അതിലേറെ പേരുടെ തിരോധാനത്തിലും ഇടയാക്കി ആ ദുരന്തത്തോടെ ധനുഷ്കോടിയെ ഇന്ത്യൻ ഭരണകൂടം പൂർണ്ണമായും ഉപേക്ഷിച്ചു. താമസയോഗ്യമല്ലാത്ത നഗരമായി തമിഴ്നാട് സർക്കാർ ധനുഷ്കോടിയെ പ്രഖ്യാപിച്ചു.